മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിനെത്തുന്ന 3 ലക്ഷത്തോളം ആളുകൾക്കാണ് അന്നദാനം നൽകുന്നത്. ജാതിമത ഭേദമില്ലാതെ ഏവരും ഒരുമയോടെ ഭക്ഷണം കഴിക്കുന്ന മനോഹര കാഴ്ചയാണ് ഇവിടുത്തെ അന്നദാന പന്തലിൽ കാണാൻ കഴിയുന്നത്. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന പന്തലിലാണ് നമ്മളുള്ളത്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം നൽകി വരികയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് രഞ്ജിത്ത്? സ്ഥലമെവിടെയാ? ഞാൻ ബാംഗ്ലൂരാണ്, പക്ഷേ ഇപ്പം പയ്യന്നൂരാണ് എൻ്റെ പ്രോപ്പർ. പയ്യന്നൂരാണ് അല്ലേ? കളിയാട്ടം കാണാനായിട്ട് വന്നതാണ് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, അടിപൊളി. ഇന്ന് എന്തൊക്കെയായിരുന്നു കറി? ഇന്ന് സോയാബീൻ്റെയും മറ്റേ ആലുവിൻ്റെയും കറി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, അച്ചാർ ഉണ്ടായിരുന്നു. അച്ചാർ വളരെ നന്നായിരുന്നു. അച്ചാർ വളരെ സന്തോഷത്തിലാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും ഓരോ ഭക്തജനങ്ങളും. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണവുമായി പറയുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ പോലെയല്ല, ഇവിടെ ഒരുമയുടെ ഭക്ഷണമാണ്. എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്കൊന്ന് ഇവരെ പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് രാജീവൻ. രാജീവേട്ടൻ. എൻ്റെ ഒന്നിച്ച് കുറേ ആള് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. രാജീവേട്ടന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം. ഞാനുണ്ട്, പിന്നെ മാധവൻകാരൻ, പ്രജീഷ്, രതീഷ്, അങ്ങനെ കുറച്ച് പേര് നമ്മൾ ഒന്നിച്ച് ഒരു ടീം വർക്കായിട്ട് തന്നെ മൊത്തം ചെയ്യുകയാണ്. നമുക്ക് മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? മാധവമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റി കൺവീനറാണ് അല്ലേ? പേരെന്താണ്? കുഞ്ഞിരാമൻ അല്ലേ? പർച്ചേസിംഗ് കമ്മിറ്റി കൺവീനർ. പേരെന്താ? ജിതേഷ്. സുബിൻ. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ കൺവീനറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു നമ്മുടെ ഭക്ഷണ കമ്മിറ്റി? മാധവമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ 19 വർഷത്തിന് ശേഷം നടക്കുന്ന കളിയാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പേ തന്നെ സംഘാടക സമിതി രൂപീകരിച്ച് കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മുടെ കളിയാട്ടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചു. അതായത് ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഭക്ഷണ കമ്മിറ്റി ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 22-ന് നിലമ്പണിയോടുകൂടെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അന്നദാനം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ജനുവരി 17-ന് നടന്ന വരച്ചുവെക്കലിൽ നമ്മളിവിടെ 10,000-കണക്കിന് ആളുകളുടെ അന്നദാനം നടത്തിയിട്ടുണ്ട്. എത്ര ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇവിടെ ഇരിക്കാൻ ഇപ്പോൾ ഏതായാലും 2,000 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ഭക്ഷണ പന്തൽ ഇവിടെ ഇതിൻ്റെ പന്തൽ കമ്മിറ്റി ഒരുക്കി വെക്കുകയും ഇപ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ ഒരു 60,000-ഓളം ആൾ, അതായത് 2 ദിവസം കൊണ്ട് തന്നെ 60,000-ഓളം ആൾ ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞു. നമുക്കറിയാം ഭക്ഷണം വിളമ്പുന്നത്, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം വിളമ്പിയെത്തിക്കുക എന്നത് ഒരുപാട് ആളുകളുടെ അധ്വാനമാണ്. ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? അതിൽ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ, സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ മുച്ചിലോടുകളിലെ ഭഗവതി ക്ഷേത്രങ്ങളിലെ ബാല്യക്കാരുടെ സഹകരണത്തോടു കൂടി ഇവിടുത്തെ ബാല്യക്കാരും വിവിധ ക്ഷേത്രങ്ങളിലെ ബാല്യക്കാരുടെ നിർലോഭമായ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭക്ഷണ വിതരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് പറയാം. എന്താണ് പേര് പറഞ്ഞത്? രാജീവേട്ടൻ. രാജീവേട്ടൻ തന്നെയാണല്ലേ ഇവിടെ ഒരുവിധം എല്ലായിടത്തും മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിൽ ഭക്ഷണം ഒരുക്കുന്നത്? പിന്നെ രാമന്തളി മാധവൻകാരനൂറുണ്ട്, പിന്നെ എൻ്റെ അനിയനുണ്ട് പ്രജീഷ്. ഒന്നിച്ചാണ് കൂടുതൽ കുറേ കാലമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മൾ തന്നെ ടീമായിട്ട് ഒന്നിച്ച് പെരുങ്കലാട്ടങ്ങളിൽ പോകുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ സദ്യവട്ടങ്ങളെ പറ്റി പെട്ടെന്നൊന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം 4 കറി, എല്ലാ ദിവസവും 4 കറിയും ചോറും ഉണ്ട്. അവസാന ദിവസങ്ങളിൽ കുറച്ച് വിഭവം കൂടുതലുണ്ട്. എന്തൊക്കെയാണ് അവസാന ദിവസം? കായക്കഞ്ഞി, അച്ചാറ്, പച്ചടി, കൂട്ടുകറി, സാമ്പാർ, അവിയൽ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, 2 തരം ഉപ്പേരി, പഴം, 2 തരം പഴം, പപ്പടം. ഇത്രയും വിഭവങ്ങൾ 4 പന്തലിൽ വിളമ്പും. ഈ മറ്റുള്ള പന്തലിൽ ഉപ്പേരി 2 തരം ഉപ്പേരി, 6 തരം കറിയും വിളമ്പുന്നുണ്ട് അല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കായക്കഞ്ഞി എന്ന് പറഞ്ഞു. എന്താണ് കായക്കഞ്ഞി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി? കായക്കഞ്ഞി പറഞ്ഞാൽ നെല്ലുകുത്തി അരി, അത് തരക്കിയിട്ട് അതിൻ്റെ പീസ് അരിയാണ്. അത് വെല്ലം, തേങ്ങ, തേൻ, നെയ്യ്, ചുക്ക്, ഏലക്കായ്, നെയ്യ് ഇതെല്ലാം ചേർത്തിട്ട് പഴം ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന. ഇത് നമ്മൾ ഈ പെരുങ്കളിയാട്ടത്തിന് മാത്രമാണോ ഉണ്ടാക്കുന്നത്? പെരുങ്കളിയാട്ടത്തിന് മാത്രം ഉണ്ടാക്കുന്നതാണ്. മറ്റ് അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ സ്റ്റൈലിലാണ്. ഞങ്ങളത് ഇത് ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്.
എന്തായാലും നാളത്തെ കായക്കഞ്ഞിയും അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ സദ്യയും കഴിക്കാൻ മുഴുവൻ ആളുകളെയും സംഘാടകർ ക്ഷണിക്കുകയാണ് അല്ലേ? മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.